ചേരാനെല്ലൂർ SNDP ശാഖയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശ്രീനാരായണ ദിവ്യ പ്രബോധന ധ്യാനയജ്ഞം സമാപിച്ചു. മെയ് 18 ഞായറാഴ്ച വൈകിട്ട് മഹാപ്രസാദ വിതരണം, സമർപ്പണം, ആത്മപ്രതിജ്ഞ എന്നിവയോടെയാണ് 4 ദിവസം നീണ്ട യജ്ഞം പര്യവസാനിച്ചത്. SNDP യോഗം കുന്നത്തുനാട് യൂണിയന്റെ ആശീർവാദത്തോടുകൂടി ചേരാനല്ലൂർ 866 നമ്പർ SNDP ശാഖയുടെ നേതൃത്വത്തിൽ ഗുരുധർമ്മ പ്രചരണ സഭ ചേരാനല്ലൂർ യൂണിറ്റ്, ധർമ്മപരിപാലന സഭ എന്നീ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ശ്രീനാരായണ ദിവ്യ പ്രബോധന ധ്യാനയജ്ഞം പര്യവസാനിച്ചു. 430ാമത് ദിവ്യ പ്രബോധനത്തിന്റെയും ധ്യാനത്തിന്റെയും 1, 2, 3, 4 ദിവസങ്ങളിലായി നടന്നു വരുന്ന പരിപാടി വളരെ ഭംഗിയായിട്ട് തന്നെ ഈ സമയം വരെ നടന്നു കഴിഞ്ഞു. ഇനി ഉച്ച തിരിഞ്ഞുള്ള പരിപാടികൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അതോടുകൂടി ശ്രീ 430ാമത് ദിവ്യ പ്രബോധനവും ധ്യാനവും വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് കൊണ്ടാടുവാൻ സാധിച്ചു. അതിൽ ഈ ശാഖാ ഭാരവാഹികളും അതിനോട് പ്രയത്നിച്ച ഓരോ വ്യക്തികളോടും സ്ഥാപനങ്ങളോടും അതുപോലെ തന്നെ പരസ്യ പ്രേക്ഷകരോടും എല്ലാവരോടും ശാഖയ്ക്കുള്ള അഗൈതവുമായ നന്ദിയും കടപ്പാടും ഇത്തരുണത്തിൽ അർപ്പിച്ചുകൊള്ളുന്നു. ഗുരുദേവ ചരണം ശരണം. ചേരാനല്ലൂർ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിലെ ഗുരുദേവ മന്ദിരത്തിൽ മെയ് 15 മുതൽ 4 ദിവസങ്ങളിലായാണ് യജ്ഞം നടത്തിയത്. 15-ാം തീയതി യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളെ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം മേൽശാന്തി TV ഷിബുശാന്തി പൂർണ്ണ കുംഭം നൽകി യജ്ഞവേദിയിലേക്ക് ആനയിച്ച ആചാര്യ വരണം ചടങ്ങോടെയാണ് കർമ്മങ്ങൾക്ക് തുടക്കമായത്. എല്ലാവരും കണ്ണു തുറന്ന് ഗുരുവിനെ ദർശിച്ച് നമസ്കരിക്കുക, എഴുന്നേറ്റ് തൊഴുത് പ്രാർത്ഥിക്കുക. രക്ഷ മഹാഗുരു രക്ഷ മഹാഗുരു. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ. 3-ാം ദിനമായ ശനിയാഴ്ച ഭക്തരുടെ വഴിപാടായ മഹാശാന്തി ഹവനം, ജ്യോതിസ് ദർശനം, ധ്യാനം, ജപം, ദിവ്യ പ്രബോധനം എന്നിവ കൂടാതെ സന്ധ്യയ്ക്ക് സമൂഹ പ്രാർത്ഥന, മഹാഗുരുപൂജ എന്നിവയോടെയാണ് പരിപാടികൾ സമാപിച്ചത്. ഉച്ചയ്ക്ക് 1 മണിക്ക് നടന്ന ഗുരുപൂജ, പ്രസാദം, അന്നദാനം ഒട്ടേറെ ഭക്തരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. ഗുരുദേവ ചരണങ്ങളിൽ പ്രണാമം. 430ാമത് ശിവഗിരി മഠ അധിപതി സച്ചിദാനന്ദ സ്വാമികൾ നടത്തുന്ന ദിവ്യപ്രബോധനവും ധ്യാനവും SNDP 866 നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായ 4 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. വളരെ ഭംഗിയായ രീതിയിൽ ജനങ്ങളുടെ കൂട്ടായ്മയും പങ്കാളിത്തത്തോടും കൂടി ജനമനസ്സുകളിൽ എന്നെന്നും ഓർത്തു വയ്ക്കാവുന്ന രീതിയിൽ ഈ ധ്യാനം ഇവിടെ ഇന്ന് പര്യവസാനിക്കുന്നതാണ്. മനുഷ്യ മനസ്സുകളുടെ ഹൃദയങ്ങളെ തുടിപ്പിക്കുന്ന രീതിയിലും ജനങ്ങൾക്ക് ഒരു ജീവൻ ഉത്തേജകം നൽകിക്കൊണ്ടും സ്വാമി സച്ചിദാനന്ദ സ്വാമികൾ നടത്തുന്ന ഈ ധ്യാനം വളരെ അനുഗ്രഹീതമാണ് എന്ന് ജനമനസ്സുകൾ തുറന്നു കാട്ടുന്നു. ഇതാണ് ഈ ധ്യാനത്തിൻ്റെ സവിശേഷത. അവസാന ദിവസമായ ഞായറാഴ്ച മഹാശാന്തി ഹവനം, ജ്യോതിസ് ദർശനം, ധ്യാനം, ജപം, ദിവ്യപ്രബോധനം, മഹാസർവേശ്വര പൂജ എന്നിവയ്ക്കൊപ്പം യജ്ഞ അവലോകനം, ആത്മസായുജ്യ പ്രതിജ്ഞ, സമൂഹ പ്രാർത്ഥന, മഹാഗുരുപൂജ, ദക്ഷിണ സമർപ്പണം എന്നിവയോടുകൂടിയാണ് യജ്ഞത്തിന് സമാപനമായത്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.